റയൽ മാഡ്രിഡ് ഇപ്പോൾ വേറെ ലെവലായില്ലേ ടീം. നമ്മൾ പഴയ റയൽ ഉണ്ടല്ലോ, അതായത് 2016-17 BBC റയൽ മാഡ്രിഡ്, ബെയ്ലി, ബെൻസിമ, റൊണാൾഡോ കാലഘട്ടത്തിലെ റയലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസൊക്കെയാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. കാരണം അത്രയും നല്ലൊരു സെറ്റ് ടീമാണ് അന്നത്തെ റയൽ മാഡ്രിഡ് എന്ന് പറയുമ്പോൾ. ബെയ്ലി, ബെൻസിമ, റൊണാൾഡോ, കസിമീറോ, റാമോസ്, മായ്സലോ, മോഡ്രിച്ച്, അങ്ങനെ ഒരുപാട് ലോകോത്തര താരങ്ങൾ ഓരോ പൊസിഷനിലും ഉണ്ടായിരുന്ന ടൈമാണ് ആ ടൈം. അന്ന് തന്നെയാണ് ബാഴ്സയിൽ മെസ്സി, നെയ്മർ, സുവാരസ് അങ്ങനത്തെ താരങ്ങളും MSN ത്രയും ഉണ്ടായിരുന്നത്. മികച്ചൊരു രണ്ട് ടീമായിരുന്നല്ലോ അന്ന്. എൽ ക്ലാസിക്കോ കാണുമ്പോൾ പ്രത്യേക ഒരു ഫീലായിരുന്നു. ആ ഒരു മത്സരങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നിരുന്ന മത്സരങ്ങളായിരുന്നു എൽ ക്ലാസിക്കോ. ഇപ്പോൾ റയലിൻ്റെ ഇപ്പോഴത്തെ ടീം നമ്മളെ എംബാപ്പെ വന്നതോടുകൂടി ഒന്നുകൂടി കരുത്തരായ ടീമായി. ആൾറെഡി പക്ക ടീമാണ് റയൽ. ബെല്ലിംഗാം, അതുപോലെ റോഡ്രിഗോ, വിനീഷ്യസ് ഉൾപ്പെടെയുള്ള മുന്നേറ്റ നിരയുള്ള താരങ്ങൾ റയൽ മാഡ്രിഡ് ആൾറെഡി കരുത്തരാണ്. അതിക്കാണ് ഇപ്പോൾ എംബാപ്പെ കൂടി വന്നപ്പോൾ ടീം ഒന്നുകൂടി സെറ്റായി. ഇപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ ചാമ്പ്യന്മാരെ ഇങ്ങോട്ട് തുടങ്ങിക്കാണ്. അറ്റ്ലാന്റയെ തോൽപ്പിച്ചങ്ങാണ്ട് സൂപ്പർ കപ്പ് എടുത്തിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പക്ക റയൽ മാഡ്രിഡ് എങ്ങനെയാണോ ആ ഒരു റേഞ്ചിൽ തന്നെ അവർ വരവറിയിച്ച്. എംബാപ്പേൻ്റെ വരവ് തന്നെയാണ് ഒരിടത്ത് പറയാനുള്ളത്. എംബാപ്പെ വരികയും ചെയ്തു, ഫസ്റ്റത്തെ മത്സരവും കളിച്ചു, ഗോൾ അടിച്ചു. അദ്ദേഹത്തിൻ്റെ നിലവാരം നിലനിർത്തി. ഒരു പക്ക ഗോള്, അത്രയും ഫിനിഷിംഗ് ഉള്ള ഒരു പക്ക എൻ്റർടൈനഡ് ആയിട്ടുള്ള ഒരു ഗോളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ നല്ലൊരു ടീം, ഓരോ പൊസിഷനിലും ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള ടീം ആണ് ഇപ്പോൾ നിലവിൽ റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡ് ഉള്ളത്. കാരണം നമുക്ക് ലൈനപ്പ് അവരുടെ ഈ ഒരു ഫൈനലിലുള്ള സൂപ്പർ കപ്പിൻ്റെ ഫൈനലിലുള്ള ലൈനപ്പ് വന്നപ്പോൾ തന്നെ ഉറപ്പായിരുന്നു ഇതൊരു ഒന്നൊന്നര മത്സരമാക്കരുന്നുള്ളത്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ വരാൻ പോണ മത്സരങ്ങളും നമുക്ക് കാത്തിരിക്കാം. പഴയ റയൽ മാഡ്രിഡിൻ്റെ മത്സരങ്ങൾ പോലെ യുവതാരങ്ങളാണ് ഭൂരിപക്ഷം. അതേമാതിരി തന്നെ ബാഴ്സയിലും യുവതാരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മികച്ച ഒരു ബാഴ്സ റയൽ, നല്ലൊരു എൽ ക്ലാസിക്കോ മത്സരങ്ങൾ പണ്ട് നമ്മൾ കാത്തിരുന്ന പോലെ, റൊണാൾഡോൻ്റെയും മെസ്സിൻ്റെയും മത്സരങ്ങൾ കാത്തിരുന്ന പോലെ നല്ലൊരു എൽ ക്ലാസിക്കോ മത്സരം ഇനി നമുക്ക് കാത്തിരിക്കാം. ആ ലെവലിലൊക്കെയാണ് ഇപ്പോൾ രണ്ട് ടീമിൻ്റെ പോക്ക്. അപ്പോൾ ഏതായാലും ഈ മുന്നേറ്റ നിര താരങ്ങളൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് ഇനി റയലിൻ്റെ അവസ്ഥ എന്താണ്, ടീമിൽ ഈഗോ പ്രശ്നങ്ങൾ വരുമെന്നുള്ള കാര്യങ്ങളിലൊക്കെ ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കോച്ച് തന്നെ മറുപടി കൊടുത്തു. ഇവിടെ ആർക്കും മുൻപന്തിയില്ല, എല്ലാവരും ഒരേമാതിരിയാണെന്നുള്ള സംസാരങ്ങളൊക്കെ കാർലോസ് ഏഞ്ചലോട്ടി സംസാരിച്ചിട്ടുണ്ട്. അതേമാതിരി ആരാക്കരം പെനാൽറ്റി ടേക്കർ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരാൾക്കൊരു പ്രത്യേക മുൻഗണന ഒന്നും കൊടുക്കാത്ത എല്ലാവരും ഒരേമാതിരിയുള്ള ലെവലിലുള്ള സംസാരങ്ങളൊക്കെയാണ് ഏഞ്ചലോട്ടി സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈഗോൻ്റെ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. PSG വന്ന മാതിരി PSG മെസ്സി, നെയ്മർ, എംബാപ്പയൊക്കെ വന്ന സമയത്ത് പല ഈഗോ പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതേമാതിരി മെസ്സി വരുന്നതിന് മുന്നേ നെയ്മറും എംബാപ്പയും ഈഗോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കവാനിയോട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനത്തെ പെനാൽറ്റി എടുക്കുന്ന സമയത്തൊക്കെ ഒരു സീനുകളൊക്കെ നമ്മൾ കണ്ടതാണ് അന്ന്. അപ്പോൾ ഒരുപാട് താരങ്ങൾ വന്നാൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനൊക്കെ കറക്റ്റായിട്ടുള്ള മറുപടി. ഏഞ്ചലോട്ടിൻ്റെ മുന്നിൽ ഇതൊന്നും നടക്കില്ല എന്നുള്ളൊരു ഭാവത്തിലാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അങ്ങനെ തന്നെ വേണ്ടതും. എന്നാലേ ടീം ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോവുള്ളൂ. എംബാപ്പേൻ്റെ വരവോട് കൂടി അവരുടെ പരിശീലന സെക്ഷനിലെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ അദ്ദേഹം ഇത്ര പെട്ടെന്ന് തന്നെ ടീമിനോട്ട് ഇണങ്ങി, അതുപോലെ എല്ലാവരോടും സൗഹൃദം ആയി എന്നുള്ള ലെവലിലൊക്കെ ചിരിച്ചിട്ടും സംസാരിച്ചിട്ടുമുള്ള തമാശ രൂപേണുള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ട്. അപ്പോൾ പെട്ടെന്ന് ടീമിനോട്ട് ഇണങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതേമാതിരി വിനീഷ്യസ്, അദ്ദേഹം എല്ലാവരോടും ഒരേമാതിരി കളിച്ച് ചിരിച്ച് നിൽക്കുന്ന ഒരു താരമാണ്. അദ്ദേഹം ഒരു എൻ്റർടൈനറാണ്. അതേമാതിരി അദ്ദേഹത്തിന് മികച്ചൊരു ഓഫറാണ് സൗദിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ആ ഓഫറിനോട് ഇതുവരെ അദ്ദേഹം നോ പറഞ്ഞിട്ടില്ല. ആ ടീമിൻ്റെ ഒപ്പം പോവുമോ, അതുപോലെ അതേമാതിരി നമ്മളെ ലോകോത്തര ക്ലബ്ബ് റയലിൻ്റെ ഒപ്പം തന്നെ തുടരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാം. മിക്കവാറും 99% പോകാൻ ചാൻസ് ഇല്ല. കാരണം റയലിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു താരത്തിൻ്റെയും ആഗ്രഹകരം. റയലും പോലുള്ള ക്ലബ്ബൊന്നും പെട്ടെന്ന് പണത്തിൻ്റെ പിന്നാലെ പോകാൻ ചാൻസ് ഇല്ല. സൗദി ലീഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കണ മാതിരി ഒരു സൗദി ലീഗ് ഏറ്റവും മുൻപന്തിയിൽ പുതുമുഖ താരങ്ങളൊക്കെ കൂടുതൽ വളർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കരിയറിൻ്റെ ഒക്കെ അവസാനം പോകാൻ പറ്റിയ ഒരു ക്ലബ്ബായിട്ടാണ് നമ്മൾ സൗദി ലീഗിനെ കാണുന്നത്. അതൊക്കെ തന്നെയാണ് നല്ലതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിനീഷ്യസിന്. അവിടെ യൂറോപ്പിൽ മികച്ച ക്ലബ്ബിലൊക്കെ കളിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. എംബാപ്പേനെ കഴിഞ്ഞ സീസണിലൊക്കെ സൗദി ക്ലബ്ബ് വിളിച്ചിരുന്നു, മികച്ച ഓഫർ കൊടുത്തിട്ട്. പക്ഷേ എംബാപ്പെ പോയിട്ടുണ്ടായില്ല. അപ്പോൾ ഏതായാലും എംബാപ്പെ റയലിലെത്തി. ഓരോ സീസണിലും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് എംബാപ്പെ ടു റയൽ മാഡ്രിഡ് ന്യൂസുകൾ ഇങ്ങനെ സ്പ്രെഡ് ആവുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ക്ലബ്ബ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എത്തിപ്പെടാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ക്ലബ്ബിലേക്ക് ഇതുവരെ എത്തിപ്പെട്ടിട്ടുണ്ടായില്ല.
ഇപ്പോഴാണ് അതിൻ്റെ സമയം കാലമൊക്കെ ഒത്തത്. അപ്പോൾ ഏതായാലും നല്ലൊരു റയലിൻ്റെ മത്സരങ്ങൾ ഏതാനും ദിവസങ്ങൾ ഇനിയുള്ള മത്സരങ്ങളൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണാൻ പറ്റിയ ലൈനപ്പാണ് അവരുടെ ബുക്കിലുള്ളത്. ഏതൊരു ക്ലബ്ബും ഏതൊരു ടീമും മത്സരിക്കാനൊന്ന് വേർക്കും മിക്കവാറും റയലിനോട്ട്. ബാഴ്സൊന്നും റയലിൻ്റെ ഇപ്പോഴത്തെ സ്ക്വാഡിൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടില്ല. നല്ല മികച്ച പ്ലേയേഴ്സൊക്കെ ഇനി വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടിയൊക്കെ ബെറ്റർ ആവും എന്നുള്ളത് പ്രതീക്ഷിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല എൽ ക്ലാസിക്കൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഏതായാലും ചാമ്പ്യൻസ് ലീഗ് പോലുള്ള മത്സരങ്ങളൊക്കെ വരുമ്പോൾ നല്ല മത്സരങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. നമുക്കൊക്കെ ഒരുപാട് ഫുട്ബോളിനെ സംബന്ധിച്ച് ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒരുപാട് മത്സരങ്ങൾ നല്ല നല്ല മത്സരങ്ങൾ കാത്തിരുന്ന് കാണുന്ന ആളുകളാണ്. അപ്പോൾ റയലിൻ്റെ മത്സരങ്ങളൊക്കെ മാഞ്ചസ്റ്റർ സിറ്റി പോലുള്ള ടീമുകളോട്ടൊക്കെ വരുമ്പോൾ നമുക്കൊക്കെ ഒന്നുകൂടി ഉന്മേഷം ഉണ്ടാവും. കാരണം പക്ക ടീമാണ് സിറ്റിയൊക്കെ അല്ലേ. പിന്നെ റയലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ ഒരു വേറെ ലെവലാണ്. എവിടെയൊക്കെ ലീഗ് കപ്പ് പോയാലും ചാമ്പ്യൻസ് ലീഗ് ഒരു വിട്ടുകൊടുക്കില്ല. അതുപോലെ ഓരോ ലെവലാണ്. ചാമ്പ്യൻസ് ലീഗ് രാജാക്കന്മാരാണ് നിലവിൽ റയൽ മാഡ്രിഡ്. അപ്പോൾ ഏതായാലും പക്ക ടീമായി മാറിയിരിക്കുകയാണ് റയൽ. ആരും ഒന്ന് വിയർക്കും ചിലപ്പോൾ ഓലത്തൊന്നും മുട്ടാൻ വേണ്ടിയിട്ട്.